ഇതെന്താണെന്നറിയാവോ? ഇത് നല്ല ബീഫാണ് കേട്ടോ. ഈ ബീഫ് കൊണ്ട് നമ്മളിന്നൊരു വിഭവം ഉണ്ടാക്കാൻ പോവാം. കോട്ടയംകാരുടെ പുരാതനമായിട്ടുള്ളൊരു എല്ലാ ഒക്കേഷൻസും അവരുണ്ടാക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ, ബീഫ് ചാപ്സ്. നമുക്കുണ്ടാക്കാം. എങ്ങനെയെന്ന് നോക്കാം, വാ. ബീഫ് നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി, നല്ല സ്ലൈസായിട്ട് തിന്നായിട്ടുള്ള കഷ്ണങ്ങളാക്കി എടുക്കുക കേട്ടോ. നമുക്ക് രണ്ട് തരത്തിലും ചെയ്യാം. കട്ടിയിൽ വേവിച്ചേച്ച് നമുക്ക് സ്ലൈസാക്കാം, ഇതുപോലെ അല്ലെങ്കിൽ ചെറുതായിട്ട് കഷ്ണിച്ചേച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കും, പെട്ടെന്ന് ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ എല്ലാ കഷ്ണങ്ങളെല്ലാം റെഡിയായതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് റെഡ് ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള കരിവേപ്പില ഇട്ട് തിരുമ്മി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് സവോള അരിയാം. 1/2 കിലോ സവോളയാണ് നമുക്കിതിനാവശ്യം കേട്ടോ. പിന്നീട് അതിൻ്റെ സമയം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് നമ്മൾ ഇതിൽ വേവിക്കാനായിട്ട് വെക്കുക. ആ വേവിക്കുന്ന സമയം നമുക്ക് നല്ല അടി കട്ടിയുള്ളൊരു പാത്രം, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക, ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക, 3-4 ഏലക്ക ഇട്ട് കൊടുക്കുക, പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നീട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 3-4 വറ്റൽമുളകും കൂടി ഇട്ട് പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, തിന്നായിട്ട് സവോള അരിയണം കേട്ടോ. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും ആവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് കരിയരുത്, കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് മാറും. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വരട്ടി നന്നായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടിയും, മീറ്റ് മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ട് പച്ചമണം മാറി കഴിഞ്ഞ് ചെറുതീരാണ് തിളക്കാവുള്ളൂ, പൊടികളിടാവുള്ളൂ. പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം ബീഫിൻ്റെ സ്റ്റോക്ക് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് തിളച്ച് നല്ല പാകത്തിന് കുറുകി വന്ന് കഴിയുമ്പോൾ ബീഫ് കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി തട്ടിപ്പൊത്തി 1 മിനിറ്റ് വെച്ചതിന് ശേഷം അതിലേക്ക് പച്ചമുളക് 3-4 പച്ചമുളക് നടുവേ കീറി ഇട്ട് കൊടുക്കുക. പിന്നീട് അതും ഒന്നൊന്നും ആവി കയറി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങയുടെ ഫുൾ 1/4 പാല് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിന് പിന്നീട് നമുക്ക് 2 തക്കാളി എടുത്ത് അതിൻ്റെ മുകളിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചതിന് ശേഷം ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി മുകളിൽ തൂവുക. പിന്നീട് നമുക്ക് തക്കാളി ഇതുപോലെ വട്ടത്തിൽ വരിഞ്ഞ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇത് ബെറോട്ടയുടെ